സഹോദരങ്ങളെ, നരകാഗ്നിയിലാണ് ആളുകൾ കൂടുതൽ. എന്തുകൊണ്ട് ആളുകൾ ഫിത്നക്ക് വിധേയരാവുകയാണ്. മഹാഭൂരിഭാഗവും ഫിത്നക്ക് വിധേയരാവുകയാണ്. എന്തൊക്കെ ഫിത്നകളിലാണ് അകപ്പെടുന്നത്? പണ്ഡിത ലോകം പറയുന്നു, ഫിത്തനു ശുബ്ഹാത്ത് വ ഫിത്തനു ശഹവാത്ത്. ശുബ്ഹാത്തുകളുടെ ഫിത്നകൾ, ശഹവാത്തുകളുടെ ഫിത്നകൾ. എന്താ ശുബ്ഹാത്തുകളുടെ ഫിത്ന എന്ന് പറഞ്ഞ? ശിർക്ക്, അതുപോലെ തന്നെ കുഫ്ർ, അതുപോലെ തന്നെ ബിദ്അത്തുകൾ, വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ച് അറിവില്ലായ്മ. അങ്ങനെ ശുബ്ഹത്ത് ഏതു നേരവും മനസ്സിൽ ഡൗട്ടാണ്, എപ്പോഴും സംശയമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ശരിക്കും പഠിച്ചിട്ടില്ല, മലക്കുകളെ കുറിച്ച് പഠിച്ചിട്ടില്ല, അതുപോലെ തന്നെ പ്രവാചകന്മാരെ കുറിച്ച് അവൻ അറിയില്ല, പരലോക നാളിനെ കുറിച്ച് അവൻ പഠിച്ചിട്ടില്ല, ഖദാ ഖദറിലുള്ള വിശ്വാസത്തെ കുറിച്ച് അവൻ അറിയില്ല. അതുപോലെ തന്നെ ഏതെല്ലാം കാര്യങ്ങളിൽ വിശ്വസിക്കേണ്ടതുണ്ടോ അതിനെപ്പറ്റി ഒരു പിടിപാടില്ല. ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു, ഇവനും ഇങ്ങനെ പറയുന്നു എന്നതല്ലാതെ അതിനെക്കുറിച്ചൊരു കൃത്യമായ അവബോധം അവനില്ല. ആ നിലക്ക് എപ്പോഴും സംശയത്തിലായി കൊണ്ട് ഇങ്ങനെ ജീവിക്കുന്ന കുറെ ആളുകൾ, അധികം ആളുകളും നരകത്തിൽ പോകാൻ അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം ഫിത്തനു ശഹവാത്ത്, ദേഹേച്ഛകളുടെ പിന്നാലെ പോവുകയാണ്. മനുഷ്യൻ എപ്പോഴും മനുഷ്യൻ എന്ന നിലക്ക് അവനിൽ പ്രത്യേകമായി ക്രമീകരിക്കപ്പെട്ട ചില മോഹങ്ങളുണ്ട്. അത് അല്ലാഹു സൂറത്ത് ആലി ഇംറാനിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയാ. മനുഷ്യന് വളരെ അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു അതേ ഹുബ്ബുശ് ശഹവാത്തി, ഇച്ഛകളോടുള്ള പ്രേമം, സ്നേഹം. അതേ തന്റെ കുടുംബത്തിലെ തന്റെ ഇണകൾ, ഭാര്യമാര്, അതുപോലെ തന്നെ പെണ്ണുങ്ങൾ, അതുപോലെ തന്നെ സന്താനങ്ങൾ, അതേ സമ്പത്ത്, സൗകര്യങ്ങൾ, തന്റെ വാഹനങ്ങൾ, തന്റെ വീട്, തന്റെ കച്ചവടം, തന്റെ കാര്യങ്ങൾ, ഈ ദുനിയാവിന്റെ കാര്യങ്ങളിലേക്ക് മാത്രം, അതിലേക്ക് മാത്രം ശ്രദ്ധകൾ പതിപ്പിച്ചുകൊണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടി, ആ ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ആഖിറത്തെ മറക്കുന്നു. മഹാഭൂരിപക്ഷവും എന്തു ചെയ്യുന്നു? തന്റെ ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി അല്ലാഹനെ മറക്കുന്നു, മക്കൾക്ക് വേണ്ടി അല്ലാഹനെ മറക്കുന്നു, പണമുണ്ടാക്കാൻ വേണ്ടി അല്ലാഹനെ മറക്കുന്നു. അതേ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനെ മറന്നുകൊണ്ട് ശഹവത്തുകളുടെ പിന്നാലെ, ദേഹേച്ഛകളുടെ പിന്നാലെ, തന്നിഷ്ടത്തിന്റെ പിന്നാലെ കുതിച്ചു പായുന്നു. ഭൂരിപക്ഷം ആളുകൾക്കും പിടികൂടിയ ഫിത്നകൾ ഇതാണ്. ശുബ്ഹത്തിന്റെ ഫിത്ന, ശഹവത്തിന്റെ ഫിത്ന. ഒന്ന് ശുബ്ഹത്ത് അവന്റെ വിശ്വാസത്തെ ബാധിക്കുന്നു, മറ്റൊന്ന് ശഹവത്ത് അവന്റെ സംസ്കാരത്തെ ബാധിക്കുന്നു. ഇങ്ങനെ വിശ്വാസവും സംസ്കാരവും തകർന്ന് തരിപ്പണമാകുന്ന നിലക്കാണ് മഹാഭൂരിപക്ഷവും ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മഹാഭൂരിപക്ഷവും എവിടെ എത്തുന്നത്? നരകാഗ്നിയിലേക്ക് എത്തുന്നത്.